الحمد لله رب العالمين نحمده ونستعين به ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم ثم لتسألن يومئذ عن النعيم ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ തഖ്വ ഉള്ളവരായി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട, ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരണം. നബിതങ്ങൾ പറഞ്ഞു, സലില്ലാഹൽ ആഫിയ, നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്ത് ചോദിക്കണം. സുഖം, ആരോഗ്യം എന്നൊക്കെയാണ് ആഫിയത്തിന്റെ അർത്ഥം. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് ഇതേ ചോദ്യം വീണ്ടും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കാൻ, എനിക്കൊരു കാര്യം അള്ളാഹിനോട് ചോദിക്കാൻ പറ്റിയ നല്ലൊരു കാര്യം പറഞ്ഞു തരണം. അപ്പോഴും നബിതങ്ങൾ പറഞ്ഞു, യബ്ന അബ്ബാസ് അമ്മ റസൂലില്ലാ, ഇബ്നു അബ്ബാസെ, റസൂലിന്റെ പിതൃവ്യനായിട്ടുള്ള ഇബ്നു അബ്ബാസെ, സലില്ലാഹൽ ആഫിയത ഫിദ്ദുനിയാ വൽ ആഖിറ, നിങ്ങൾ അല്ലാഹുവിനോട് ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്ത് നൽകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, ചോദിക്കണം. കാരണം ആഫിയത്ത് എന്ന് പറഞ്ഞത്, ആരോഗ്യം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ ഒരു നിഅമത്താണ്. ധാരാളം നിഅമത്തുകൾ അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുണ്ട്. വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ, അള്ളാഹു നമുക്ക് തരുന്ന നിഅമത്തുകളെ നിങ്ങൾ കണക്കാക്കിയാൽ അത് എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല എന്നതാണ്. അതിലൊരു വലിയ ഒരു നിഅമത്താണ്, ഒരു അനുഗ്രഹമാണ് നമുക്ക് അള്ളാഹു ആരോഗ്യം നൽകുക എന്നത്. ഈ ആരോഗ്യം ചോദിക്കപ്പെടുന്നതിൽ, പരലോകത്ത് വിചാരണ ചെയ്യുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു നിഅമത്ത് ആരോഗ്യമായിരിക്കുമെന്ന് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. സൂറത്ത് അൽ ഹാക്കുമുത് തകാസുറിന്റെ അവസാന ഭാഗം, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, നിങ്ങളുടെ നിഅമത്തുകളെ കുറിച്ച് അള്ളാഹു ചോദിക്കും എന്നിടത്ത് മുഫസ്സിറുകൾ വിവരിച്ചിട്ടുള്ളത് നിഅമത്തുൽ അബ്ദാനി വൽ അസ്മാഇ വൽ അബ്സാരി എന്ന്. ശരീരത്തിന്റെ ആരോഗ്യത്തെ സംബന്ധിച്ച് ചോദിക്കും, കേൾവിയെ സംബന്ധിച്ച് ചോദിക്കും, കാഴ്ചയെ സംബന്ധിച്ച് ചോദിക്കുമെന്ന്. കേൾവി, കാഴ്ച, അതുപോലെ ശരീരം, അതിന്റെ ആരോഗ്യം എന്നതൊക്കെ വലിയ നിഅമത്താണ്.
ആ നിഅമത്തിനെയായിരിക്കും ചോദിക്കുക എന്നതാണ്. അള്ളാഹു നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട്. ചില ആളുകൾ പ്രാർത്ഥിക്കും എന്നാണ് അൽ ബഖറയിൽ വിവരിക്കുന്നുണ്ട്. വമിൻഹും മൻ യഖൂൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പടച്ചവനെ, ഞങ്ങൾക്ക് ദുനിയാവിൽ ഹസനത്ത് തരണം. അതാണല്ലോ അതിന്റെ അർത്ഥം. ദുനിയാവിൽ ഹസനത്ത് തരണം, നല്ലത് തരണം. ആഖിറത്തിലും ഹസനത്ത് തരണം. ആഖിറത്തിലെ ഹസനത്ത് സ്വർഗമാണ് എന്ന് നമുക്കറിയാം. ദുനിയാവിലെ ഹസനത്ത് എന്താണ് എന്നതിന് ഇമാം അസിദ്ദി പോലെയുള്ള മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് അവിടെ അസ്സിഹ്ഹത്തു വൽ ആഫിയ എന്നാണ്. ദുനിയാവിലെ ഹസനത്ത്, നമ്മളാ ചോദിക്കുന്നതിലെ ഹസനത്ത് ദുനിയാവിൽ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, പടച്ചവനെ എനിക്ക് ഹസനത്ത് തരണേ ദുനിയാവിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദുനിയാവിൽ ആരോഗ്യവും സുഖവും പ്രദാനം ചെയ്യണേ എന്നാണ് എന്ന് തഫ്സീറുകളിൽ വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിഅമത്ത് ഒരു വലിയ നിഅമത്തായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. മൻ കാന ആമിനൻ ഫീ സിർബിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ്. നമ്മളൊക്കെ കിട്ടിയത് പോരാ എന്ന് കരുതുന്ന ആളുകളാണ് പലപ്പോഴും. റസൂലിന്റെ ഹദീസ്, മൻ കാന ആമിനൻ ഫീ സിർബിഹി, തന്റെ കുടുംബത്തിൽ വലിയ പ്രയാസമില്ലാതിരിക്കുക. ഒരാള് രാവിലെ ഒരാൾക്ക് എഴുന്നേറ്റപ്പോ ആമിനൻ ഫീ സിർബിഹി, കുടുംബത്തിൽ ഒരു പ്രശ്നവുമില്ല. വമുആഫൻ ഫീ ജസദിഹി, ശരീരത്തിന് നല്ല ആരോഗ്യവും ഉണ്ട്. വഇൻദഹു ഖൂത്തു യൗമിഹി, അന്ന് ഭക്ഷിക്കാനുള്ള ഭക്ഷണവും ഉണ്ട് എങ്കിൽ അവനാണ് കോടീശ്വരൻ. ഫകഅന്നമാ ഹൈസത്ത് ലഹു ദുനിയാ ബിഹദാഫീരിഹാ, ദുനിയാവ് മുഴുവൻ നേടിയവനെ പോലെയാണ് എന്ന് ആലോചിച്ച് നോക്കൂ. രാവിലത്തെ ഒരു സന്തോഷം. അന്ന് എഴുന്നേറ്റിക്കുമ്പോ പ്രത്യേക പ്രശ്നമൊന്നുമില്ല. കടക്കേന്ന് പൊന്തിനുണ്ട്, കാല് വലിയ പ്രശ്നമൊന്നുമില്ലാതെ നിലത്ത് കിടത്താൻ കഴിയുന്നുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോ ഇറങ്ങുന്നുണ്ട്, ഓർമ്മയൊക്കെ ശരിക്കുണ്ട്, കുടുംബത്തിൽ പ്രത്യേക പ്രശ്നങ്ങളൊന്നുമില്ല. അന്നൊക്കെയുള്ള ഭക്ഷണമുണ്ട്. അന്ന് എന്തെങ്കിലും രാവിലെ ചായക്ക് കടിക്കും ഉച്ചക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ട് എങ്കിൽ അവനാണ് വലിയ മുതലാളി. അവനാണ് കഅന്നമാ ഹീസത്ത് ലഹു ദുനിയാ ബിഅജ്മഇഹാ അല്ലെങ്കിൽ ബിഹദാഫീരിഹാ, ഈ ദുനിയാവ് മുഴുവനും കിട്ടിയതുപോലെയാണ്. ആരോഗ്യം എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത ഒരവസ്ഥയാണ്. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ നിർവചന പ്രകാരം ഹെൽത്ത് എന്നാണ് ആരോഗ്യത്തിന് പറയാം. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ശരീരത്തിലും മനസ്സിലും സമൂഹത്തിലും ഒരു നല്ല അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് അത് ആരോഗ്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്നിപ്പോ പ്രത്യേകിച്ച് ഭീകരാക്രമണമൊക്കെ നടന്ന സാഹചര്യത്തിൽ സാമൂഹ്യമായി അതൊരു ആരോഗ്യകരമല്ല. അപ്പോ ആരോഗ്യം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലും ആരോഗ്യമുണ്ടായിരിക്കണം, തന്റെ ശരീരത്തിനും ആരോഗ്യമുണ്ടായിരിക്കണം, രോഗമില്ലാത്ത നല്ല അവസ്ഥ ഉണ്ടായിരിക്കണം, സമൂഹത്തിൽ ഒരു നല്ല അവസ്ഥ ഉണ്ടാവണം, ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, ഒരു സമാധാനം ഒക്കെ ഉണ്ടാവണം. അപ്പോഴാണ് ആരോഗ്യം എന്ന് അതിന് പറയാം. WHO നിർവചിക്കുന്ന നിർവചനമാണ്. ശരീരത്തിലും തന്നെ ഒരു നല്ല സ്വസ്ഥത, സമാധാനമൊക്കെ ഉണ്ടാവണം. മനസ്സിനും, അത് മാനസികാരോഗ്യം മറ്റൊരു വിഷയമാണ്, മനസ്സിനും ഒരു സമാധാനമൊക്കെ ഉണ്ടാവണം. അപ്പോഴാണ് അത് ആരോഗ്യമായി മാറുന്നത് എന്നാണ്. രോഗമില്ലാത്ത ഒരവസ്ഥ തന്നെ വലിയ ഒരു നല്ല അവസ്ഥയാണ്. ആലോചിച്ച് നോക്കൂ, രോഗങ്ങൾ മനുഷ്യ അല്ലാഹു തആല നൽകുന്ന ഒരു അനുഗ്രഹം തന്നെ ഈ രോഗത്തെ തന്റെ ശരീരം പ്രതിരോധിക്കും എന്നതാണ്. നമുക്കറിയാം, ഏത് കാര്യവും ഒരു വിധമുള്ള രോഗങ്ങളൊക്കെ തന്നെ മാറും. കുറച്ചു ദിവസം വെയിറ്റ് ചെയ്താൽ മാറാവുന്ന രോഗങ്ങളേ ഉള്ളൂ. അത് മനുഷ്യ സഹജമാണ്. പക്ഷേ ഇന്ന് ഏറ്റവും വലിയ രോഗം എന്ന് പറയുന്നത് HIV വൈറസ് ബാധയാണ്.
ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറയുന്ന HIV. നമ്മുടെ പരിസരത്ത് പോലും രാസലഹരി ഉപയോഗിക്കുന്നവരുടെ സിറിഞ്ചിലൂടെ ചെറുപ്പക്കാരായ യുവാക്കളിൽ HIV വൈറസ് കണ്ടു എന്നത് കുറച്ച് ദിവസം മുമ്പ്, ഒരാഴ്ച മുമ്പ് പത്രത്തിൽ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഞാൻ വായിച്ചിട്ടുണ്ട്. എയ്ഡ്സ് എന്ന് പറയുന്ന അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്ന് പറയുന്ന എയ്ഡ്സ്, അതിന്റെ മലയാളം പറഞ്ഞാൽ ആർജിത രോഗപ്രതിരോധ ശക്തിക്ഷയ ലക്ഷണ സാകല്യം എന്നതാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തില് ഒരു രോഗം വന്നാൽ ഓട്ടോമാറ്റിക്കലി ഈ രോഗം മാറണം. മാറുന്നില്ലെങ്കിൽ അതിനുള്ള കെമിക്കലുകൾ കൊടുത്ത്, മരുന്ന് കൊടുത്ത്, അത് ആയുർവേദോ യുനാനിയോ അല്ലെ അലോപ്പതിയോ ഏതെങ്കിലും ഒരു മരുന്ന് കൊടുത്താൽ ആ മരുന്ന് അത് റിയാക്ട് ചെയ്യണം, അത് അവന്റെ ശരീരത്തിൽ പ്രതിഫലിക്കണം. അങ്ങനെ ആ രോഗത്തിന്റെ ലക്ഷണം മാറണം, രോഗം മാറണം എന്നതാണ്. പക്ഷെ ഒരു എയ്ഡ്സ് പിടിപെട്ട ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൽ എന്തെല്ലാം രോഗലക്ഷണങ്ങളുണ്ടോ ആ ലക്ഷണങ്ങൾ ഏത് മരുന്ന് കൊടുത്താലും മാറാതെ അവനിൽ തന്നെ നിലനിൽക്കും. അങ്ങനെ അവന്റെ ശരീരത്തിലെ ലിംഫ് ഗ്രന്ഥികളെ ബാധിക്കും, അതുപോലെ തന്നെ ശരീരത്തിലെ ഞരമ്പുകളെ ബാധിക്കും, തലച്ചോറിനെ ബാധിക്കും, കിഡ്നിയെ ബാധിക്കും. ഒരു രോഗത്തിനും ഒരു മരുന്നും അവനിൽ പ്രവർത്തിക്കൂല, പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെ ഇഞ്ചിഞ്ചായി മരിച്ചു പോകുന്ന അവസ്ഥക്കാണ്. ആ രോഗത്തിന് പ്രത്യേക പേരില്ല, അതൊരു സിൻഡ്രോമാണ്, അത് എയ്ഡ്സ് എന്നറിയപ്പെടില്ല. ആലോചിച്ച് നോക്കൂ, അതുപോലും അള്ളാഹു നമുക്ക് നൽകുന്ന ആ രോഗപ്രതിരോധ ശക്തി പോലും ഒരു വലിയ അനുഗ്രഹമാണ്. അതുണ്ടാകണം എന്നാണ് പടച്ച തമ്പുരാനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. നമ്മുടെയൊക്കെ ആരോഗ്യത്തിന്റെ വില മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊക്കെ ആശുപത്രി സന്ദർശിക്കും. ഒരു പണ്ഡിതന്റെ മുന്നിൽ നിന്ന് ഒരാള് പറഞ്ഞുത്രേ, ഒരു കഥയാണ്. അല്ലാഹു തആല ഈ നിഅമത്തൊക്കെ എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തപ്പോ ഞാനൊക്കെ എവിടെ ഇരുന്നു? കോടീശ്വരന്മാരെങ്ങനെ നോക്കുകയാണ്, വലിയ ബിൽഡിങ്, വലിയ കാറ്, വലിയ വാഹനമൊക്കെ ഇങ്ങനെ നോക്കുമ്പോ ഈ മനുഷ്യൻ പറയാണ്, ഇതൊക്കെ അല്ലാഹു തആല വീതിച്ചപ്പോ ഞാൻ എവിടെ ഇരുന്നു? ഈ പണ്ഡിതൻ അദ്ദേഹത്തെ നേരെ ആശുപത്രിക്ക് കൂട്ടിക്കൊണ്ടുപോയി. രോഗികളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് ഈ രോഗമൊക്കെ അല്ലാഹു തആല ഇങ്ങനെ വീതിച്ചു കൊടുത്തപ്പോ എവിടെയിരുന്നു? തിരിച്ചു ചോദിച്ചു. ഒരൊറ്റ മണിക്കൂർ ഒരാശുപത്രിയിൽ പോയിട്ട് 1 മണിക്കൂർ എമർജൻസി കൗണ്ടറിന്റെ മുന്നിൽ നിന്നാൽ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ മുഴുവനും മനസ്സിലാക്കാൻ കഴിയും. 1 മണിക്കൂർ നിന്നാൽ ഒരു ഇസ്ആഫ് അത്യാഹിത വിഭാഗം എന്ന് പറയുന്നിടത്ത് പോയിട്ട് ഒരൊറ്റ മണിക്കൂർ നമ്മളിടക്കൊക്കെ പോയി നിൽക്കണം. അപ്പോഴേ നമ്മുടെ നിഅമത്ത് അറിയാം. നമ്മളിപ്പോഴും കിട്ടിയത് പോരാച്ചിട്ട് ഓടുകയാണ്. ഒരൊറ്റ മണിക്കൂർ ഒരാശുപത്രിയുടെ മുന്നിൽ പോയിട്ട്, ഒരു അത്യാഹിത വിഭാഗത്തിന്റെ മുന്നിൽ പോയിട്ട് നിന്നാൽ അള്ളാഹ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ മനസ്സിലാവും. അത് കഴിഞ്ഞ് അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുക. മൂക്കില് പൈപ്പിട്ട് കിടക്കുന്ന ആളുകൾ, മൂത്രത്തിന് പൈപ്പിട്ട് കിടക്കുന്ന അതിലേറെ ആളുകൾ. ലോകത്തെന്തുണ്ടായിട്ടും ഒരു ഇറുക്ക് വെള്ളം വായിലേക്ക് ഇറങ്ങാത്ത ആളുകൾ, ഇറങ്ങിയവർക്ക് അത് പുറത്തു പോകാത്ത അവസ്ഥ. വ്രണങ്ങളും മുറികളും വന്ന് പൊട്ടിയൊലിച്ച് ദുർഗന്ധങ്ങൾ വമിക്കുന്ന മുറിവുകൾ, ആ റൂം മുഴുവൻ ദുർഗന്ധം. മക്കള് വിദേശത്തുനിന്ന് കൊണ്ടുവന്ന ഏറ്റവും നല്ല സ്പ്രേ അടിച്ച് സുഗന്ധത്തിന്റെയും ദുർഗത്തിന്റെയും സമ്മിശ്ര മണം ആ റൂമിലുണ്ട്. ചില വീടുകളിലും ഉണ്ട്. ആലോചിച്ച് നോക്കണം. വയ്യാതെ കിടക്കുന്ന ഒരാള് വീടിൽ, വലിയ വീടാണ്, പക്ഷെ വീട്ടിൽ കയറി ചെല്ലുമ്പോ തന്നെ സുഗന്ധത്തിന്റെയും ദുർഗന്ധത്തിന്റെയും കൂടിയ ഒരു കൂർത്ത മണം അനുഭവപ്പെടുന്ന വീടുകളുണ്ട്. അതൊന്നുമില്ലാതെ സുഖമായിട്ട് നമുക്ക് കഴിയെങ്കിൽ നമുക്കൊക്കെ അള്ളാഹിനോട് എത്ര സ്തുതിച്ചാലും മതിയാവും. അള്ളാഹിനോട് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് എപ്പോഴും നമ്മൾ അഭയം തേടണം എന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കണ്ണില്ലാത്തൊരു അറാബിയോട് ചോദിച്ചു, നിനക്കെന്താണ് ആഗ്രഹം?
കണ്ണില്ലാത്തവനെ കണ്ണിന്റെ വില അറിയും. ചെവി കേൾക്കാത്തവനാണ്. ലോകത്തെ ഏറ്റവും വലിയ അപകടം പിടിച്ച രോഗമാണ് ചെവി കേൾക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ. ആളുകളൊക്കെ അവനെ തെറ്റിദ്ധരിക്കും. അവൻ അഭിനയിക്കുക എന്ന് പറയും. ആളുകളുടെ അടി കിട്ടും. കണ്ണ് കാണാത്തത് അതിലും വലിയ അവസ്ഥയാണ്. നിനക്കെന്താണ് ദുനിയാവിൽ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോ ആ അറാബി പറഞ്ഞത്, എനിക്ക് ഒട്ടകത്തെ കാണണം. എന്റെ ദുനിയാവിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒട്ടകത്തെ കാണണം എന്നതാണ്. എന്താ ഒട്ടകത്തെ കാണണം എന്ന് ആഗ്രഹിക്കുന്നത്? അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ, അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. അഫലാ യൻദുറൂന ഇലൽ ഇബിലി, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ? കൈഫ ഖുലിഖത്, ആ ഒട്ടകം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്. എനിക്കതൊന്ന് നോക്കാൻ, അതൊന്ന് ചിന്തിക്കാൻ എനിക്കെന്റെ കണ്ണില്ല, അതുകൊണ്ട് ഒട്ടകത്തെ കാണണം എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ നോക്കൂ നിങ്ങൾ. കണ്ണില്ലെങ്കിലുള്ള അവന്റെ ആഗ്രഹങ്ങൾ, കാത് കേൾക്കാത്തവന്റെ ആഗ്രഹങ്ങൾ, നടക്കാൻ കഴിയാത്തവന്റെ ആഗ്രഹങ്ങൾ. ഡയാലിസിസ് സെന്ററുകൾ ഒന്ന് ബുക്ക് ചെയ്ത് നോക്കൂ, കിട്ടൂല, അത്ര തിരക്കാൻ. ആഴ്ചയിൽ 1, 2, 3, 4 ഡയാലിസിസ് സെന്ററുകൾ. എത്രയാണ് ബുക്ക് ചെയ്താ കിട്ടാത്ത അത്ര തിരക്കാൻ. അപ്പോ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാർ. ഒരു കേടില്ലാതെ നമുക്ക് പള്ളിക്കൊക്കെ വരാൻ കഴിഞ്ഞെങ്കിൽ അതൊരു വലിയ ഭാഗ്യമാണ്, അനുഗ്രഹമാണ്. അതുകൊണ്ട് വഹബ് ഇബ്നു മുനബ്ബിഹ് താബിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന് കിട്ടുന്ന അനുഗ്രഹത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഒന്ന് ഇസ്ലാം എന്ന് പറയുന്ന അനുഗ്രഹമാണ്, 2 സമ്പത്ത് എന്ന് പറയുന്ന അനുഗ്രഹമാണ്, 3 ആഫിയത്ത് സിഹത്ത് ആരോഗ്യം എന്ന് പറയുന്ന അനുഗ്രഹമാണ്. എന്ത് വില കൊടുത്തും സംരക്ഷിക്കണം മനുഷ്യന്റെ ആരോഗ്യത്തെ. അൽ-ലറൂറാത്തുൽ ഖംസ് എന്ന് പറഞ്ഞിട്ട് ശറഈല് എന്ത് വില കൊടുത്തും സംരക്ഷിക്കേണ്ട 4-5 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് മനുഷ്യന്റെ ബുദ്ധിയാണ്. എന്ത് വില കൊടുത്തും സംരക്ഷിക്കണം. മദ്യവും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് നഷ്ടപ്പെടുത്തേണ്ടതല്ല മനുഷ്യന്റെ ബുദ്ധി. മറ്റൊന്ന് ജസദാണ്, ശരീരമാണ്. അവനവന്റെ ശരീരം എന്ത് വില കൊടുത്തും സംരക്ഷിക്കണം എന്നതാണ്. നമുക്കറിയാം, എന്ത് വില കൊടുത്തും അവനവന്റെ ശരീരം സംരക്ഷിക്കണം. മറ്റൊന്ന് അവന്റെ നസ്ല്, അവന്റെ സന്താന പരമ്പര. ഈ 3 എണ്ണവും ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് അള്ളാഹു തന്ന ആരോഗ്യത്തെ സൂക്ഷിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ ശ്രദ്ധിക്കണം, സംരക്ഷിക്കണം. ഏറ്റവും പ്രധാനമായിട്ട് നമുക്കറിയാം, ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഹിഫ്ളുസ്സിഹ, ആരോഗ്യ സംരക്ഷണം. ഇബ്നു സീന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു സീന അവിസന്ന എന്നറിയപ്പെടും. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് അൽ ഖാനൂനു ഫി തിബ്ബ്. ഇന്നും മെഡിസിന് പഠിക്കുന്ന കുട്ടികളുടെ റഫറൻസ് ഗ്രന്ഥമായി നിലനിൽക്കുന്നു അൽ ഖാനൂനു ഫി തിബ്ബ്. ഇബ്നു സീന എന്ന് പറയുന്ന അവിസന്ന, അദ്ദേഹം ഒരു ഇസ്ലാമിക സയന്റിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം, അദ്ദേഹം അതിൽ പറയുന്നുണ്ട് 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് അരിയാള, എക്സസൈസ്, വ്യായാമം. രണ്ടാമത്തേത് തഖ്ലീലുൻ നൗം, തദ്ബീറുൻ നൗം, ഉറക്കം നിയന്ത്രിക്കുക. മൂന്നാമത്തേത് തഖ്ലീലുത് തആം, ഭക്ഷണം കുറക്കുക എന്നതാണ്. ഇബ്നു സീന പറയുന്ന കാര്യം. ഇതൊക്കെ ഖുർആനിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് ആരോഗ്യം നമ്മളെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരോഗ്യം എന്ന് പറയുന്നത് എന്താ പറയാ, വ്യായാമത്തിന്റെ കാര്യത്തിൽ പ്രവാചകന്റെ ചര്യങ്ങൾ പരിശോധിച്ചു നോക്കൂ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പത്തിൽ തന്നെ സിബാഹത്ത്, നീന്തൽ പഠിച്ചു എന്ന് കാണാൻ സാധിക്കും. ഇന്ന് സങ്കടം അതാണ്, ഒരുപാട് ആളുകൾക്ക് നീന്താൻ അറിയില്ല. നല്ലൊരു മാർഗമാണ്, പഠിക്കേണ്ടതാണ്. ഒന്നാമത് കുട്ടികൾക്ക് നല്ലൊരു വ്യായാമമാണ്. രണ്ടാമത് നമുക്കറിയാം, ഇന്ന് ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയാൽ അധിക കുട്ടികളും മരിക്കുന്നത് ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങി വീണിട്ടൊക്കെയാണ്. കുറെയെങ്കിലും ബോട്ടപകടങ്ങൾ, തോണിയപകടങ്ങൾ, കുറെയൊക്കെ നീന്തൽ അറിഞ്ഞാൽ രക്ഷപ്പെടും. അതിലേറെ നീന്തൽ എന്ന് പറയുന്നത് ദിവസവും കുറച്ച് നീന്തിയാൽ ശരീരത്തിന് നല്ല ആരോഗ്യമുള്ള കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പത്തിൽ തന്നെ അത് പഠിച്ചു, വേണ്ടപ്പെട്ടവരെ പഠിപ്പിച്ചു കൊടുത്തു എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അമ്പെയ്ത്ത് മത്സരം നടത്തി, അത് കായികമാണ്. കുതിരപ്പുറത്ത് കയറാനുള്ള അഭ്യാസങ്ങളൊക്കെ സഹാബികൾ പഠിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആയിഷ ബീവിയുമായി ഓട്ട മത്സരം നടത്തിയത് കാണാൻ സാധിക്കും. ഒരിക്കൽ ഓട്ട മത്സരം നടത്തി.
അതില് ആയിഷ ബീവി ജയിച്ചു, നബി തോറ്റു. തോറ്റുകൊടുത്തതായിരിക്കും, അങ്ങനെ അടക്കുവാണ്. പിന്നെ കുറെ കാലം കഴിഞ്ഞ് രണ്ടാളും കൂടി നമുക്കൊന്നും കൂടി ഓട്ട മത്സരം നടത്തിയാലോ, നമുക്ക് ഹദീസിൽ കാണാം. ഒന്നും കൂടി ഓട്ട മത്സരം നടത്തി രണ്ടാളും. അപ്പൊ നബി ജയിച്ചു, ആയിഷ ബീവി തോറ്റു. അപ്പൊ നബി പറഞ്ഞു ഹാദാ ബിദാക്, അന്ന് നീ ജയിച്ചില്ലേ, അതിന് പകരാണ് ഇന്ന് ഞാൻ ജയിച്ചത് എന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കൂ, സഹാബത്തുകളൊക്കെ നന്നായി നിസ്കരിക്കും. നിസ്കാരം എന്നത് ചില യുക്തിവാദികൾ പറയും നിസ്കാരം ഒരു സുബഹിസ്കരിക്കാം, സുബഹിസ്കാരം ഒരു വ്യായാമമാണ്. അങ്ങനെയല്ല, നിസ്കാരം വ്യായാമമല്ല, ഇബാദത്താണ്. പക്ഷേ നിസ്കാരം കൊണ്ടൊരു വലിയ നേട്ടം ലഭിക്കുന്നുണ്ട് ശരീരത്തിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സഹാബത്തിന്റെ കാലത്തൊക്കെ വ്യായാമം കുറവായതുകൊണ്ടുള്ള രോഗങ്ങളൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. കാരണം അവർ നന്നായി നിസ്കരിക്കും. ആലോചിച്ച് നോക്കൂ, ഇന്നിപ്പോ മാക്സ് 7 തരത്തിലുള്ള എക്സസൈസുകളൊക്കെ പാടെ കൂട്ടി രൂപം കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പഴയ കാലത്ത് ലുഹാ നിസ്കാരം 8 റക്അത്ത് വരെ നിസ്കരിക്കാം. സുബ്ഹി, ലുഹാ, ളുഹർ, എന്റെയൊക്കെ മുമ്പുള്ള സുന്നത്തുകൾ, പിന്നെ അസർ, അതുപോലെ മഗ്രിബ്, ഇശാ, അത് കഴിഞ്ഞാൽ ഖിയാമുൽ ലൈൽ എപ്പോഴും നിസ്കരിക്കുന്നില്ല. അമേരിക്കക്കാരൻ ആരുടെ നിസ്കാരം കണ്ടിട്ട് വായിച്ചതാണ് കേട്ടോ. ഒരാളെ നിസ്കാരം ഇങ്ങനെ കണ്ടപ്പോ പറഞ്ഞത്ര വല്ലാത്തൊരു സംഭവമാണിത്, ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും അളകനുണ്ടല്ലോ, ഒരവയവം ഒഴികെ ബാക്കിയൊക്കെ അളകനുണ്ട് എന്ന് പറഞ്ഞതാ. അപ്പോഴാ സലാം കിട്ടിയത് എന്നാണ്. ഇപ്പൊ അതും അളകി എന്ന് പറഞ്ഞതാണ്. അപ്പൊ ശരിക്കും നിസ്കാരം എന്നത് കൃത്യമായി കൊണ്ടുപോയാൽ മറ്റ് എക്സസൈസുകളിലൊന്നും ആവശ്യം ശരിക്കും ഇല്ല. ശരിക്കും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അർത്ഥം നിസ്കാരം എക്സസൈസിന് പകരാമെന്നല്ല. നിസ്കാരം ഇബാദത്താണ്, അത് അങ്ങനെ തന്നെ നിർവഹിക്കണം. പക്ഷേ അത് ശരീരത്തിന്റെ ഒരു വ്യായാമം എന്നതിനെ പരിഗണിക്കുന്നുണ്ട് രഹസ്യമായിട്ടെങ്കിലും എന്ന് നമ്മൾ മനസ്സിലാക്കുക മാത്രം. അല്ല, ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും സന്തുലനത്തിന് വേണ്ടിയല്ല ഞാനത് പറഞ്ഞത്. അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ ആലോചിച്ച് നോക്കൂ. ഖുർആൻ പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നത് ഹലാലായ ഭക്ഷണം കഴിക്കണം എന്നല്ല ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം പറഞ്ഞത് ത്വയ്യിബൻ, നല്ലത് കഴിക്കണം എന്നാണ്. കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, നിങ്ങൾ ഭൂമിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഹലാലായ ഭക്ഷണം കഴിക്കണം. അതോടൊപ്പം ത്വയ്യിബ, നല്ല ഭക്ഷണം കഴിക്കണം. കറാഹത്തുള്ളത് കഴിക്കരുത്. നമുക്ക് താല്പര്യമില്ലാത്തൊരു ഭക്ഷണം ഇപ്പോഴൊക്കെ അങ്ങനെ ഉണ്ട്. ഇവിടെ ഒരു ഹോട്ടലിൽ എവിടെ കയറിയപ്പോ എഴുതി വെച്ചിട്ടുണ്ട് ബീഫും പഴംപൊരി. ചിലർക്ക് ഛർദിക്കാൻ വരും, ചിലർക്ക് കഴിക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ കഴിക്കാം, താല്പര്യമില്ലെങ്കിൽ കഴിക്കണ്ട, അത്രേ ഉള്ളൂ. പക്ഷെ ത്വയ്യിബായിരിക്കണം, അവനവന് ഇഷ്ടപ്പെടണം. നബിന്റെ അടുത്ത് ഉടുമ്പിനെ കൊണ്ടെന്തോ മക്കാര് ഉടുമ്പ് കഴിക്കാറില്ല. തട്ടിപ്പറിച്ച് വാങ്ങി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഉടുമ്പിനെ ഒന്നാകെ നബിന്റെ അടുത്ത് നിന്ന് തിന്നു. നബി അത് അംഗീകരിച്ചു, പ്രശ്നം ഉണ്ടായിട്ടില്ല. ഖാലിദ് വലീദിന് അത് ഇഷ്ടമാണ്. അപ്പൊ ബീഫും പഴംപൊരിയും കൂടി കൂട്ടിക്കോച്ച ഒരാൾക്ക് തിന്നാൻ പറ്റുമെങ്കിൽ തിന്നാ, വിരോധമല്ല. എല്ലാരും അത് തീറ്റിക്കണം എന്നില്ല. ത്വയ്യിബായിരിക്കണം, അവനവന്റെ മനസ്സിന് തൃപ്തി ഉണ്ടാവണം. തിന്നുന്ന സാധനം വൃത്തിയുള്ളതായിരിക്കണം. യാ അയ്യുഹന്നാസ് കുലൂ മിനത് ത്വയ്യിബാത്ത്, ജനങ്ങളെ നിങ്ങൾ നല്ലത് തിന്നണം, നല്ലത് ഭക്ഷിക്കും. മാത്രമല്ല ഭക്ഷിക്കുമ്പോ തന്നെ മദീനത്തെ എവിടെ ഒരു ഡോക്ടറെ കൊടുന്നാക്കി, ഒരു വൈദ്യരെ ചികിത്സിക്കാൻ. ഡോക്ടർക്ക് രോഗികളെ കിട്ടാല്ല, അങ്ങനെയാണ്. ചിലർക്ക് അങ്ങനെ ഉണ്ടാവും. ലക്ഷദ്വീപിൽ ഒരു ജയിലുണ്ട്, അതിൽ ഇതുവരെ ആളെ കിട്ടിയിട്ടില്ല. കാരണം അവിടെ കുറ്റകൃത്യങ്ങളില്ല, വെയിലില്ല, അതിർവരമ്പുകളില്ല, കുറ്റകൃത്യങ്ങളില്ല, ജയിലിന്റെ ആവശ്യമല്ല. അപ്പൊ അതേപോലെ മദീനത്ത് കൊടുന്നാക്കിയപ്പോ ഡോക്ടർക്ക് രോഗികൾ ആവശ്യമില്ല. നമ്മളൊക്കെ എന്ത് രോഗം പരസ്യം ചെയ്തിട്ട് ചികിത്സ വിൽക്കുന്ന ആൾക്കാരാണ്. രോഗത്തിന്റെ പരസ്യം നമ്മൾ കൊടുക്കുന്നത്. ആ പരസ്യം ഇങ്ങനെ കേട്ടാൽ ഏതെങ്കിലും ഒന്നും നമുക്ക് ഇല്ലായിരിക്കൂല. എന്നിട്ട് രോഗം പരസ്യം ചെയ്യാം. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ എത്ര ആശുപത്രികളാ. അപ്പൊ രോഗം പരസ്യം ചെയ്തിട്ട് ചികിത്സ വിൽക്കുന്ന ഒരു കാലത്താണ് നമ്മളൊന്ന് ജീവിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മദീനത്ത് ഒരൊറ്റ രോഗിനെ കിട്ടിയില്ല. അവര് ചോദിച്ചു എന്താ ഇപ്പൊ ഇതിന്റെ രഹസ്യം, ചോദിച്ചറിയാണ്. ഞങ്ങള് വിശക്കുന്നത് വരെ ഞങ്ങൾ ഭക്ഷണം കഴിക്കൂല. വിശക്കുമ്പോഴേ ഞങ്ങൾ ഭക്ഷണം കഴിക്കൂ. ഞങ്ങൾ ഭക്ഷണം കഴിച്ചാൽ ഞങ്ങൾക്ക് വയറ് നിറയില്ല. എത്ര നല്ല പോയിന്റാ. ഭക്ഷണം കഴിക്കുക, വിശക്കുമ്പോ മാത്രം ഭക്ഷണം കഴിക്കുക. നമ്മളങ്ങനെയല്ല. നമ്മളിപ്പോ ഒരു 11 മണിക്ക് നന്നായി ഒരു നിക്കാഹ് കഴിഞ്ഞ് തിന്നാൻ കിട്ടിയാൽ പിന്നെ ഇപ്പൊ ഉച്ചക്ക് ചോറ് വെച്ചിട്ടില്ലല്ലോ എന്നുള്ള സങ്കടമാണ്.
അതിനും പോയി കുത്തിരിക്കും. 2, 3, 4 കല്യാണം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോകും, കുറേശ്ശെ തിന്നും, അവിടുന്ന് നിന്നു ഇവിടുന്ന് നിന്നു ഒക്കെ. ഇതൊരു ഒരു കരാറായിട്ട് എടുത്തിക്കാണ് ചില ആൾക്കാർ. തീറ്റ എന്നുള്ളതിനെ വലിയൊരു കാര്യപ്പെട്ട പണിയായിട്ട് എടുക്കുകയാണ്. അത് കേരളത്തിൽ മാത്രമേ തിന്നാനായിട്ട് മെനക്കെട്ടിക്കുന്ന ആളുകൾ. നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും പോണ വഴിക്ക് ഒരു ഡ്രൈവർ ആണെങ്കിൽ ഓൻ പോണ വഴിക്ക് ഒരു സാൻഡ്വിച്ച് വാങ്ങിയിട്ട് കടിച്ചു വെച്ചിട്ടാണ് പോകും. മറ്റവനൊരു ചപ്പാത്തി വാങ്ങി ചുറ്റി കുടിച്ച് അല്ലെങ്കിൽ ആംബ്ലേറ്റ് അതിൻ്റെ ഉള്ളിൽ വെച്ച് ചുറ്റി അടുത്ത് പോകും. ഇത് തിന്നാനായിട്ട് സമയം കണ്ട് ഇരുന്ന് ചെലവാക്കുന്ന ആളുകൾ കേരളക്കാർ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ വീടുകളിലൊക്കെ പലപ്പോഴും അതുപോലെ കല്യാണം അങ്ങനത്തെ സംഗതികൾക്കൊക്കെ ആവശ്യത്തിന് മാത്രമല്ല. ബൊഫേ സിസ്റ്റം ഒന്നും ചിലർക്ക് അറിയുന്നില്ല, അത് നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചില ബൊഫയൊക്കെ കണ്ടാൽ എടുത്തു കൊണ്ടുപോകണോ, തോലും കെട്ട് കൊണ്ടുപോകണമാതിരി എടുത്തു കൊണ്ടുപോകും. അതാ തിന്നാനും വെക്കൂല, അതങ്ങനെ ഒരു ഭാഗത്ത് വെക്കും, വേസ്റ്റ് ആക്കും. എന്തൊരു വൃത്തികേടാ കാണിക്കണ്ടേ. പരിചയമില്ല, ആവശ്യത്തിന് എടുക്കുക, ആവശ്യത്തിന് തിന്നാക്കെ മാറ്റി നമ്മുടെ ആളുകള്. അതുകൊണ്ട് തന്നെ ആശുപത്രികൾ ഇഷ്ടം പോലെ ഉണ്ടാകുകയാണ്. അങ്ങനെ ആലോചിച്ചോ, അഥവാ തിന്നാൽ തന്നെ ഞങ്ങൾക്ക് വയറെന്നറിയില്ല. അതുപോലെ തന്നെ രാത്രി ഭക്ഷണം. ലോകത്ത് അള്ളാന്റെ ദുനിയാവിൽ ഒരു ജീവി മഗ്‌രിബിന്റെ ശേഷം ഭക്ഷണം കഴിക്കൂല. നിങ്ങൾ കണ്ടുക്കണോ ഏതെങ്കിലും ഒരു ജീവി മഗ്‌രിബിന്റെ ശേഷം ഭക്ഷണം കഴിക്കണത്? പുല്ലൂട്ടി പോയൊക്കെ നിങ്ങൾ പുല്ല് പോയിക്കൊണ്ടെടുത്ത പോത്തുകൾ തിന്നൂല, രാവിലെ തിന്നും. നമ്മളോ ഇവിടുന്ന് കാസർഗോഡ് വരെ ഒന്ന് യാത്ര ചെയ്താൽ മതി, നേരം മുഴുക്കോളം തട്ടുകടയിൽ തീറ്റ തന്നെയാണ്, അൽഫാമും മന്തിയും. പിന്നെ എങ്ങനെ ആശുപത്രി ഒഴിവുണ്ടാകുക? അറബികളൊക്കെ മഗ്‌രിബ് നിസ്കരിച്ച ഉടനെ അശാ കഴിക്കും. രാത്രി ഭക്ഷണത്തിന്റെ പേര് അറബിയിൽ അശാ എന്നാണ്. അശാ അൽ അശാ ഖബ്ല അൽ ഇശാ. ഇശാ എന്നുള്ളത് ഇശാ നിസ്കാരമാണ്. അത് കഴിഞ്ഞിട്ടെങ്കിലും വയറിന് ഒരു റെസ്റ്റ് കൊടുക്കണം. ഒന്നും പിന്നെ തിന്നൂല അവര്. മഗ്‌രിബ് ആവുമ്പോ ഒരു ഭക്ഷണം കഴിക്കും. അറബികളിലൊക്കെ നോക്കൂ, നല്ല മനുഷ്യന്മാരൊക്കെ അങ്ങനെ, നല്ല ആളുകളൊക്കെ അങ്ങനെയാണ്. രാത്രി ഉണ്ടെങ്കിൽ മനുഷ്യനല്ലാത്ത ഒരു ജീവിയും മഗ്‌രിബിന്റെ ശേഷം ഭക്ഷണം കഴിക്കണം. നിങ്ങൾ കണ്ടത് കാക്കകളൊക്കെ വന്ന് കടന്നുറങ്ങും, പോത്തുകൾ വന്ന് കടന്നുറങ്ങും, നായക്ക് പിന്നെ എര പിടിക്കണോട്ടുണ്ടാവും. അവർക്ക് പകലിറങ്ങാൻ പറ്റാഞ്ഞിട്ടാണ്. രാത്രി മാത്രം അവരുടെ ഭക്ഷണം. അതെന്തെങ്കിലും കിട്ടിയാൽ തിന്നു കഴിഞ്ഞാൽ ദൈക്കോളം. മലമ്പാമ്പൊക്കെ നടന്നു പോകുന്നതാണ്. മലമ്പാമ്പിന്റെ ചരിത്രങ്ങൾ പഠിക്കണം. മലമ്പാമ്പ് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും, എര കിട്ടുന്നത് വരെ സഞ്ചരിക്കും. റെസ്റ്റ് ഉണ്ടാവില്ല മലമ്പാമ്പിന്, കണ്ടോടത്ത് കാണൂല. എന്തെങ്കിലും കിട്ടിയാലോ അത് തിന്നിട്ട് അത് ദൈക്കോളം ഒരു ഭാഗത്ത് കടക്കും. അതിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ഓരോ ജീവികളെടുത്ത് പരിശോധിച്ചാലും മനുഷ്യന്റെ ജീവിത രീതി വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഭക്ഷണത്തിന്റെ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മലഅ ഇബ്നു ആദം ശർറൻ മിൻ വിആ, മോശമായ ഒരു സാധനം മനുഷ്യൻ നിറച്ചിട്ടില്ല മിൻ ബത്നിഹി, അവന്റെ വയറിനേക്കാൾ. ഒരു മനുഷ്യൻ നിറക്കുന്ന ഏറ്റവും മോശമായ സഞ്ചി അല്ലെങ്കിൽ പാത്രം അത് അവന്റെ വയറാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഫഇൻ കാന ലാ ബുദ്ദ മിൻഹു, ഇനി നിറച്ചേ പറ്റുള്ളൂ എങ്കിലോ ഫസുലുസിൽ തആമിഹി വസുലുസുൽ ശറാബിഹി വസുലുസിൽ നഫസിഹി, 1/3 ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കണം. ആമാശയം 3 ഭാഗമാക്കുക. ഒരു ഭാഗം ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, ഒരു ഭാഗം വെള്ളത്തിന് വേണ്ടിയിട്ട്, ഒരു ഭാഗം ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട്. സുലുസുൽ നഫ്സിഹി, അവന്റെ ശ്വാസത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ 1/3 എയർ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോ സുലുസ് ആമാശയത്തിന്റെ 1/3 ഭക്ഷണം പറ്റുള്ളൂ, 1/3 വെള്ളം വേണം. അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കൃത്യമായ ഒരു കാഴ്ചപ്പാട് ഇസ്ലാമിനുണ്ട്. അത് സ്വീകരിച്ചാൽ നമുക്ക് ആരോഗ്യം ഉണ്ടാകും എന്നാണ്. അതുപോലെ തന്നെ പിന്നെ ദുആകൾ, പ്രാർത്ഥനകൾ. നമുക്ക് റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന 3 പ്രാവശ്യം രാവിലെ, അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, എന്റെ കണ്ണിന് നീ ആരോഗ്യം തരണം, എന്റെ ശരീരത്തിന് നീ ആരോഗ്യം തരണം, എന്റെ കേൾവിക്ക് നീ ആരോഗ്യം തരണം. 3 പ്രാവശ്യം രാവിലെയും 3 പ്രാവശ്യം വൈകുന്നേരവും പ്രാർത്ഥിക്കും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫിദ്ദീനി വദ്ദുനിയ വൽ ആഖിറ. അല്ലാഹുവേ, നിന്നോട് ഞാൻ മാപ്പും ആരോഗ്യവും ചോദിക്കുന്നു, സുഖം ചോദിക്കുന്നു ദുനിയാവിലും ആഖിറത്തിലും. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ മോശമായ രോഗങ്ങൾ റസൂലുള്ളാഹി അഭയം തരും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുദാമി വൽ ജുനൂനി വസയ്യിൽ അസ്ഖാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസ്. അല്ലാഹുവേ, വെള്ളപ്പാണ്ട്, പാണ്ട് രോഗത്തിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. ചികിത്സയില്ലാത്ത രോഗങ്ങളാണ്. വൽ ജുനൂൻ, ഭ്രാന്ത്, വൽ ജുദാം, കുഷ്ഠരോഗം, സയ്യിൽ അസ്ഖാം, മോശമായ രോഗങ്ങളൊക്കെ, കൊറോണ പോലെയുള്ള, എയ്ഡ്സ് പോലെയുള്ള, ക്യാൻസർ പോലെയുള്ള മാരകമായ, കിഡ്നി ഫെയിലിയർ പോലെയുള്ള മാരകമായ രോഗങ്ങളിൽ നിന്നൊക്കെ അഭയം തേടുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുന്നു.
അല്ലാഹു റസൂലിന്റെ മറ്റൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅത്തി നിഖ്മതിക വമിൻ കുല്ലി സഖ്ത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, അല്ലാഹുവേ നിന്റെ നിഅമത്ത് ഇല്ലാതാകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. വതഹവ്വുലി ആഫിയതിക, നിന്റെ ഈ ആരോഗ്യം മാറി മറിയുന്നതിൽ നിന്നും, വഫുജാഅത്തി നിഖ്മതിക, പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് അഭയം തേടുന്നു. ഇതൊക്കെ റസൂലുള്ള പ്രാർത്ഥിച്ചതാണ്. അതുകൊണ്ട് നമ്മളൊക്കെ നമ്മുടെ ആരോഗ്യങ്ങൾ കണ്ടറിയുമ്പോൾ, കാണാൻ കഴിയുമെങ്കിൽ, കേൾക്കാൻ കഴിയുമെങ്കിൽ, അറിയാൻ കഴിയുമെങ്കിൽ നമ്മൾ അള്ളാഹിനോട് എപ്പോഴും പറയണം, റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ. അല്ലാഹുവേ നീ എനിക്ക് തന്ന ഈ നിഅമത്തിനെ നന്ദി ചെയ്യാൻ എനിക്ക് തൗഫീഖ് നൽകണേന്നാണ്. 40 വയസ്സായ ഒരു മനുഷ്യനത് പ്രാർത്ഥിക്കണം എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണുന്നുണ്ട്. റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ. പടച്ചോനെ നീ എനിക്ക് ചെയ്ത ഈ അനുഗ്രഹത്തെ അതിനുവേണ്ടി നന്ദി ചെയ്യാൻ എനിക്ക് നീ പ്രചോദനം നൽകണേ എന്ന് പ്രാർത്ഥിക്കണം. 40 വയസ്സായി അറിയാം, ഒരു മനുഷ്യന്റെ ആരോഗ്യം പൂർണ്ണമാകുന്നത് 40 വയസ്സ് വരെയാണ്. എന്തും തിന്നാ ദഹിക്കും, എങ്ങോട്ടും ഓടും ചാടും ഒക്കെ ചെയ്യാം. 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് കൂട്ടാൻ പറ്റൂല, പ്രഷർ ഉണ്ടാവും, ഷുഗർ കൂട്ടാൻ പറ്റൂല, പിന്നെ പഞ്ചസാര കൂട്ടാൻ പറ്റൂല, ഷുഗർ ഉണ്ടാകും, നെയ്യ് കൂട്ടാൻ പറ്റൂല, ഇറച്ചി തിന്നാൻ പറ്റൂല, കൊളസ്ട്രോൾ ഉണ്ടാകും, അതുപോലെ തന്നെ കിഴങ്ങ് തിന്നാൻ പറ്റൂല, ഗ്യാസ് ഉണ്ടാകും. ഒക്കെ 40ന്റെ ശേഷം മനുഷ്യന്റെ ആരോഗ്യങ്ങളൊക്കെ മാറി വരും. അതുകൊണ്ടാണ് പ്രാർത്ഥന, റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. ഇത് സുലൈമാൻ നബിയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. 40 വയസ്സായ ഒരു മനുഷ്യൻ, ഒരു യുവാവ് അത് പ്രാർത്ഥിക്കുമെന്നും ഖുർആനിലുണ്ട്. അതുകൊണ്ട് നമുക്കൊക്കെ നൽകിയ ഈ ആരോഗ്യം നിലനിർത്താൻ അള്ളാഹിനോട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിം അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാനരെ, ഹദീസിൽ നമുക്ക് കാണാം, ഇമാം ബൈഹഖി പോലെയുള്ള ആളുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്, 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങൾ മുതലാക്കണം. അത് നമ്മൾ മുതലാക്കിയെടുക്കണം. അതിലൊന്ന് ഹയാത്തക ഖബ്ല മൗതിക, മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതം പരമാവധി ഉപയോഗപ്പെടുത്തണം. മരിക്കുന്നതിന്റെ മുമ്പ് നമ്മുടെ ജീവിതം പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. വസിഹതക ഖബ്ല ഫഖദിക, നിന്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നതിന്റെ മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തണം. വഫറാഗക ഖബ്ല ശുഗ്ലിക, നിനക്ക് ഒഴിവുണ്ടാകുമ്പോ നിന്റെ ശുഗ്ലിനെ, ജോലിയെ ഉപയോഗപ്പെടുത്തണം. കാരണം നിന്റെ ഒഴിവ് സമയത്ത് ഉപയോഗപ്പെടുത്തണം, ജോലി ആകുന്നതിന്റെ മുമ്പ്. ജോലി ആയാൽ പിന്നെ നമുക്ക് ഒഴിവ് സമയം കിട്ടൂല. നിഅമത്താനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്, ഒരുപാട് ആളുകൾ വഞ്ചിതരാകുന്ന 2 നിഅമത്തുണ്ട് എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് അസ്സിഹത്തു, ആരോഗ്യമാണ്, മറ്റൊന്ന് അൽ ഫറാഗ്, ഒഴിവ് സമയമാണ്. അതുപോലെ തന്നെ ശബാബക ഖബ്ല ഹറമിക്, വയസ്സാകുന്നതിന്റെ മുമ്പ് യുവത്വം. അപ്പൊ നമുക്കൊക്കെ ഈ അവസ്ഥ ഏത് സമയത്തും മാറാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഈ ആരോഗ്യാവസ്ഥ ഏത് സമയത്തും എന്തുമാവാം. കണ്ണിന്റെ കാഴ്ച പോകാം, കിഡ്നിയുടെ പ്രവർത്തനം നിൽക്കാം, തലച്ചോറിന് ബോധക്ഷയം സംഭവിക്കാം, അതുപോലെ തന്നെ ലിവറിന് കേടുക സംഭവിക്കാം, ശരീരത്തിന് പല രോഗങ്ങളും വരാം. ആരോഗ്യമുള്ള സമയത്ത് ആ ആരോഗ്യത്തെ ഇബാദത്ത് ചെയ്യുവാനും അള്ളാഹുവിനെ ആരാധിക്കുവാനും നല്ല കാര്യത്തിനും ദുനിയാവിനും ആഖിറത്തിനും ഉപകാരമുള്ള കാര്യത്തിനും സാമൂഹികമായ നന്മകൾക്ക് വേണ്ടി നമ്മുടെ ശരീരത്തെ, നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ ഉപയോഗിക്കണം എന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ തൊട്ടടുത്ത് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷന്റെ പരിസരത്തുള്ള പള്ളിയുടെ പരിസരത്ത് ഒരു ആദർശ സമ്മേളനം നടക്കുന്നുണ്ട്. അടുത്ത ഞായറാഴ്ച 27-ാം തീയതി ഞായറാഴ്ച 5 മണിക്ക് പ്രമുഖരായ പണ്ഡിതന്മാര് അവിടെ വരുന്നുണ്ട്, ആദർശ വിശദീകരണം നടത്തുന്നുണ്ട്. സംശയമുള്ള കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യാൻ അവസരമുണ്ട്. നിങ്ങൾ പരമാവധി ആളുകൾ അവിടെ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. 27-ാം തീയതി ഞായറാഴ്ച 5 മണിക്ക് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷന് പരിസരത്തുള്ള നമ്മുടെ പള്ളിയുടെ പരിസരത്ത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.